എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 22ാമത്തെ പേജിലെ ചോദ്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ 3 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യുന്ന ചോദ്യം ഏതാണ്? ഒരു സമാന്തര ശ്രേണി തന്നിട്ട് നമ്മളോട് ഒരു നമ്പർ അതിലെ പദമാണോ അതിലെ ഒരു ടേം ആണോ എന്ന് നോക്കാൻ ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങളായിരുന്നു ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ 3ാമത്തെയും 4ാമത്തെയും ചോദ്യമാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാം 1/4, 1/2, 3/4 എക്സെട്ര ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ നമ്മളോട് പറഞ്ഞത് എന്താ? 3 ഇതിലെ ഒരു പദമാണോ അതേപോലെ 4 ഇതിലെ ഒരു പദമാണോ? ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളാണോ 3ഉം 4ഉം എന്ന് നമുക്ക് വേറെ വേറെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ മിസ് എന്ത് ചെയ്യാണ്? തന്നിട്ടുള്ള സമാന്തര ശ്രേണി ഒന്നുകൂടെ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. 1/4, 1/2, 3/4 എക്സെട്ര. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളോട് ചോദിച്ചത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് 3 എന്ന് പറയുന്നത് ഇതിലെ ഒരു പദമാണോ എന്നാണ് ചോദ്യം. നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം ആരെ കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കാണണം. പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്യും? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലേ. രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം മൈനസ് ചെയ്യുന്നു. 1/2 മൈനസ് 1/4. ഇവിടെ വരുമ്പോഴാണ് ചിലർക്കെങ്കിലും ഒരു പ്രശ്നം വരിക. എന്താണ്? ഭിന്നസംഖ്യയുടെ ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷൻ ആണല്ലേ. 2 ഫ്രാക്ഷൻസ് തമ്മിൽ മൈനസ് ചെയ്യാണ്. പക്ഷെ ഒരു പ്രശ്നമില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തതാണ്. ഫ്രാക്ഷൻ മൈനസ് എങ്ങനെയാ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ഏറ്റവും എളുപ്പത്തിൽ അതല്ലേ നല്ലത്. അതായത് 1നെ 4 കൊണ്ട് ചെയ്യുന്നു, മൈനസ് ഈ ചിഹ്നം പിന്നെ അതേപോലെ എഴുതുന്നു, എന്നിട്ട് തിരിച്ച് ക്രോസ് ചെയ്യുന്നു. 1 × 2 അല്ലേ. ഡിനോമിനേറ്ററിൽ അടിയിൽ നമ്മൾ ആരെ എഴുതും? 2 × 4. 2 ഡിനോമിനേറ്റേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതല്ലായിരുന്നോ ചെയ്തത്? അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. 1 × 4, 1 × 4. പ്ലസ് ആണെങ്കിൽ പ്ലസ് എഴുതാം, മൈനസ് ആണെങ്കിൽ മൈനസ് എഴുതാം. ഇവിടെ മൈനസ് ആണ്. പിന്നെ തിരിച്ച് അല്ലേ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ചെയ്യണം. 2 × 4 എന്ന് ചെയ്യണം. അതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അല്ലേ. 1 × 4 4 ആണ്, 1 × 2 2 ആണ്. ഡിവൈഡഡ് ബൈ 2 × 4 എത്രയാ? 8. 4ൽ നിന്ന് 2 കുറച്ചാൽ 2 എന്ന് വരും അല്ലേ. 2/8 എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഈ 2/8 നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാം. 2നെയും 8നെയും നമുക്ക് ക്യാൻസൽ ചെയ്തുകൂടെ. അതായത് 2ൽ എത്ര 2 ഉണ്ട്? 2ൽ ഒരു 2. 8ൽ എത്ര 2 ഉണ്ട്? 4 2. അപ്പോൾ 2 വെച്ച് മിസ് കട്ട് ചെയ്തിട്ട് 2/8 നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 1/4 എന്ന് എഴുതാം. അപ്പോൾ പൊതുവ്യത്യാസം കിട്ടിയല്ലോ. പക്ഷെ നമ്മളോട് ചോദിച്ചത് പൊതുവ്യത്യാസമാണോ? അല്ല, 3 എന്ന് പറഞ്ഞ നമ്പർ ഇതിലെ ഒരു ടേം ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതൊക്കെ ഭിന്നസംഖ്യയാണ്, അതായത് ഫ്രാക്ഷൻ ആണ്. 3 പെട്ടെന്ന് കാണുമ്പോൾ ഫ്രാക്ഷൻ അല്ലല്ലോ, അപ്പോൾ ഇതിലുള്ളതല്ല എന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. 3 എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ തന്നെയാണ് അല്ലേ. 3/1 എന്ന് എഴുതാം നമുക്ക് വേണമെങ്കിൽ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഒരു പദമാണോ എന്ന് നോക്കാൻ നമുക്ക് തന്നിട്ടുള്ള പദത്തിനെ 3 അല്ലേ തന്നത്, പദത്തിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ 3 എന്ന് പറഞ്ഞല്ലേ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ നമ്പർ. അപ്പോൾ 3ൽ നിന്ന് ഫസ്റ്റ് ടേം ആരാ? 1/4 ശരിയല്ലേ. ഇത് സബ്ട്രാക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്യും? ഇവിടെ നോക്കുന്ന സമയത്ത് 3 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറാണ് അല്ലേ, ഒരു സാധാ നമ്പർ. ഇവിടെ റൈറ്റ് സൈഡിലാണെങ്കിൽ ആരാ ഉള്ളത്? ഒരു ഫ്രാക്ഷൻ ആണുള്ളത്. ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? ഇപ്പോൾ പറഞ്ഞ സെയിം മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും 3നെ അങ്ങോട്ട് ഗുണിക്കാം, 3 × 4. പക്ഷെ 1 × നമ്പർ ചെയ്യാൻ ഇവിടെ ഡിനോമിനേറ്ററിൽ ആരും ഇല്ലല്ലോ എന്ന് ചിന്തിക്കരുത്. 3നെ നമുക്ക് 3/1 എന്ന് എഴുതുന്നതിൽ തെറ്റുണ്ടോ? ഏത് നമ്പറിൻ്റെ ഡിനോമിനേറ്റർ അടിയിൽ നമുക്ക് 4 ആണെങ്കിൽ 4/1 എഴുതാം, 5 ആണെങ്കിൽ 5/1 എഴുതാം. ഈ 1 എന്ന് പറയുന്നത് ഒരു പ്രശ്നക്കാരനല്ല അല്ലേ. 1നെ നമുക്ക് ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കും ചെയ്യാം, ഹരിക്കും ചെയ്യാം. അപ്പം 3നെ ഞാൻ 3/1 എന്ന് എഴുതുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 × 4 ഇല്ലേ. 3 × 4 എത്രയാ?
12. ഇനി കൺഫ്യൂഷൻ ഉള്ളവർക്ക് മിസ്സ് അങ്ങനെ തന്നെ എഴുതാണ് കേട്ടോ. 3 × 4 എന്ന് തന്നെ എഴുതാം. മൈനസ് തിരിച്ചിങ്ങോട്ട് 1 × 1 അല്ലേ? അതായത് ഇങ്ങോട്ട് ഗുണിക്കുന്നു പിന്നെ ഇങ്ങോട്ട് ഗുണിക്കുന്നു. മനസ്സിലാവാനാണ് അവിടെ വരച്ചത്. പിന്നെ താഴെ എന്ത് ചെയ്യുന്നു? പരസ്പരം 1, 4 താഴെയുള്ള നമ്പേഴ്സ്. അപ്പം ഇതെന്ത്? ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു 3 × 4 എത്രയാ? 12 അല്ലേ? 3, 4, 12. 1 × 1 1 എന്ന് വരും. 1 × 4 4 എന്ന് വരും. ഓക്കെ. അപ്പം 12-ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? 11. 11/4 എന്ന് കിട്ടും. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതായത് നമ്മളോടൊരു പദമാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം പൊതുവ്യത്യാസം കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ പദത്തിനെ നമ്മൾ ഒന്നുകൊണ്ട് ഫസ്റ്റ് ടേം കൊണ്ട് സബ്ട്രാക്ട് ചെയ്യും അല്ലേ? അതായത് ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പോൾ 3/1 മൈനസ് 1/4 നമുക്ക് 11/4 എന്ന് കിട്ടി. ഓക്കെ. ഇനി നമ്മളോട് ചോദിച്ചത് ഇതിലെ ടേം ആണോ എന്ന് നോക്കണം. മിസ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതുകയാണ് കേട്ടോ. എന്താ ചെയ്തത്? ഈ നമുക്ക് ഇപ്പം കുറച്ച് കിട്ടിയ നമ്പറിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം? എന്തുകൊണ്ടായിരുന്നു നമ്മൾ ഡിവൈഡ് ചെയ്യാറുള്ളത്? പൊതുവ്യത്യാസം കൊണ്ട് അല്ലേ? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 11/4 നമ്മളെ കോമൺ ഡിഫറൻസ് ആരാ? ഇവിടെ നോക്ക്. കോമൺ ഡിഫറൻസ് 1/4. 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടണം, ഒരു എണ്ണൽ സംഖ്യ കിട്ടണം. അതല്ലായിരുന്നു നമ്മുടെ കണ്ടീഷൻ. നമ്മൾ ഫസ്റ്റ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കും. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ തന്ന ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്റ്റ് ചെയ്യും. ആ കിട്ടിയ ഉത്തരത്തിന് നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിന് നമുക്കൊരു നാച്ചുറൽ നമ്പർ, ഒരു എണ്ണൽ സംഖ്യ ആവണം. അതിൽ പോയിൻ്റ് ഒന്നും വരാൻ പാടില്ല അല്ലേ? കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ന്യൂമറേറ്ററിൽ ഒരു ഫ്രാക്ഷൻ, ഡിനോമിനേറ്ററിൽ ഒരു ഫ്രാക്ഷൻ. ഇപ്പോൾ നമുക്ക് 10/5 ഒക്കെ ആണ് സുഖം അല്ലേ? 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2, 5, 10 ഉത്തരം കിട്ടി. പക്ഷേ ഈ ഫ്രാക്ഷൻ എങ്ങനെ ഡിവൈഡ് ചെയ്യും? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചത് ഓർമ്മയുണ്ടാവും. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തല തിരിച്ചെഴുതിയിട്ട് ഗുണിക്കുക. 2 ഭിന്നസംഖ്യകൾ, 2 ഫ്രാക്ഷൻ ഇതേപോലെ ഹരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതിനെ തല തിരിച്ചിട്ട് ഗുണിക്കുക എന്നുള്ളൊരു പരിപാടി നമ്മൾ 6ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. അതായത് ആദ്യത്തെ 11/4 മിസ് അതേപോലെ തന്നെ എഴുതി. ഇനി അടിയിലുള്ള 1/4 1/4 തല തിരിക്കുക. 1/4 തല തിരിച്ചാൽ എന്താ വായിക്കുക? 4/1. അതിനാണ് എന്ത് പറയുക? റെസിപ്രോക്കൽ എന്ന് പറയാം. അപ്പോൾ 1/4 തല തിരിച്ചിടുന്നു. അപ്പം മിസ് എന്തെഴുതും? 4/1 എന്ന് എഴുതും. അപ്പം ഈ തല തിരിക്കുന്ന കൂടെ തന്നെ ഹരണം എന്നുള്ള ക്രിയ എന്തായിട്ട് മാറും? ഗുണനമായിട്ട് മാറും. എന്തൊക്കെയാ അപ്പം ഞാൻ പറഞ്ഞത്? 2 ഫ്രാക്ഷൻസിൻ്റെ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ, ന്യൂമറേറ്റർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബൈ ഇട്ട് എഴുതുന്നല്ലേ, സാധാ നമ്പർ അല്ലല്ലോ ഇത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ ആവണ്ട. ഈ താഴെയുള്ള ഈ ഭിന്നസംഖ്യയെ, അതായത് ഈ ഫ്രാക്ഷനെ തല തിരിച്ചിടുന്നു. ഇപ്പം 3/5 ആണെങ്കിൽ 5/3 എന്നാക്കാം. 8/11 ആണെങ്കിൽ 11/8 എന്നാക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ തല തിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഹരിക്കുക എന്നുള്ള ക്രിയ മാറ്റി ഗുണിക്കുക എന്നാക്കുക. അതായത് വിൽക്രമം കൊണ്ട് ഗുണിക്കുക എന്ന് മലയാളത്തിൽ പറയും. വിൽക്രമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ, തല തിരിച്ചെഴുതുന്നതാണ്. അപ്പം ഭിന്നസംഖ്യേൻ്റെ ഹരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, തല തിരിച്ചിട്ട് ഗുണിക്കും. ഓക്കെ. അതൊക്കെ നമ്മൾ പ്രീവിയസ് നോളജാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പ്രാവശ്യം 6ലും 7ലും ഒക്കെ പഠിക്കുന്ന കാര്യമാണ്. ഇനി ഇതെങ്ങനെ ചെയ്യും? ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കറിയാം, ഗുണിക്കുന്ന സമയത്ത് മുകളിലും താഴെ ഒരേ സംഖ്യ വന്നാൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ? ഗുണനമല്ലേ? അപ്പോൾ ഇവിടെയും 4 ഉണ്ട്, ഈ താഴത്തും 4 ഉണ്ട്. 4/4 നമുക്ക് കട്ട് ചെയ്യാലോ. പിന്നെ ആരാ ബാക്കിയുള്ളത്? 11/1. 11/1 എന്ന് പറഞ്ഞാൽ 11 എല്ലാവർക്കും അറിയാലോ. അപ്പം നിങ്ങൾ നോക്ക്, നമുക്ക് ഉത്തരം കിട്ടി. എന്ത് കിട്ടി? ഈ സംഖ്യയെ ഇതുകൊണ്ട് ഹരിച്ച സമയത്ത് നല്ലൊരു ഉത്തരം കിട്ടി. അതായത് ഇതൊരു നാച്ചുറൽ നമ്പർ അല്ലേ? നമ്മളിങ്ങനെ ഹരിക്കുമ്പോൾ നാച്ചുറൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഇത് എന്താണെന്ന് പറയും? ഈ നമ്പർ, അതായത് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ ഈ 3 എന്ന് പറയുന്ന സംഖ്യ ഇതിലെ ഒരു പദമാണ്. നമുക്ക് 11നെ 1 കൊണ്ട് ഹരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. പെട്ടെന്ന് ചെയ്തൂടെ? അവിടെ റിമൈൻഡർ ഒന്നും വരില്ല അല്ലേ? 11നെ 1 കൊണ്ട് എങ്ങനെയാണ് ഹരിക്കുക? ഇവിടെ 4 കട്ടായി പോയാൽ പിന്നെ ഒരു 11 ഉണ്ട്, 1 ഉണ്ട്. 11/1 എന്ന് പറഞ്ഞാൽ 11നെ 1 കൊണ്ട് ഹരിക്കുന്നു അല്ലേ?
11 1 11 എന്ന് കിട്ടും. ശരിയല്ലേ? റിമൈൻഡർ 0 ആയി പോയില്ലേ? അത്രയേ ഉള്ളൂ സംഗതി. അപ്പോൾ 11 എന്ന് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് അല്ലെങ്കിൽ നാച്ചുറൽ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 3 എന്ന് പറയുന്ന നമ്പർ ഈ നൽകിയിട്ടുള്ള സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു ചോദ്യം വരുന്നുണ്ട് ടെക്സ്റ്റിൽ. ഇനി ഇത് പദമാണെങ്കിൽ എത്രാമത്തെ പദമാണ്? ഈ 1/4 എന്ന് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ പദമല്ലേ? 1/2 എന്ന് പറയുന്നത് രണ്ടാമത്തെ പദമല്ലേ? അതേപോലെ വന്ന് നമ്മൾ എഴുതുമ്പം 3 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണെന്ന ചോദ്യം. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടിപ്പ് പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഹരിച്ച് കിട്ടുന്ന ഈ നാച്ചുറൽ നമ്പർ ഇല്ലേ, ഈ നാച്ചുറൽ നമ്പറിനോട് 1 കൂട്ടിയാൽ മതി. അതായത് 11നോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? 12 എന്ന് കിട്ടും. 12ാമത്തെ ടേം ആയിരിക്കും ആര് എന്ന് പറയുന്നത്? നമ്മുടെ 3 എന്ന് പറയുന്ന നമ്പർ. സംഭവം ക്ലിയർ ആയോ? അതായത് ഇതിൻ്റെ മീനിങ്, ഈ 11 എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ അറിയോ? ഒന്നാമത്തെ സംഖ്യയോട് ഈ 1/4നോട് നമ്മൾ 11 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുന്നു എന്ന അർത്ഥം. 1നോട് 11 കൂട്ടിയാൽ നമ്മൾ 12ാമത്തെ ടേമിലല്ലേ എത്തുക. അപ്പോൾ നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ 12ാമത്തെ ടേമാണ് 3 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇതേപോലെ തന്നെ നമ്മൾ അടുത്തതും ചെയ്യാൻ പോവാണേ. നമ്മളോട് 5ാമത്തെ ഒരു ചോദ്യം കണ്ടോ? 3/4 1 1/2 2 1/4 അങ്ങനെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടില്ല അല്ലേ? നമ്മളോട് 3 മാത്രമല്ല ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. സോറി, ഇവിടെ 3 മാത്രമാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അല്ല, 4 എന്ന് പറയുന്നതും ഈ ശ്രേണിയിലെ ഒരു പദമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രേണി നമുക്ക് ഒന്നുകൂടെ എഴുതാം. നമ്മൾ ഒന്നുകൂടെ എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു? 4 ഒരു പദമാണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. നോക്കാം നമുക്ക്. ഏതായിരുന്നു നമ്മുടെ ശ്രേണി എന്ന് പറയുന്നത്? 1/4 1/2 3/4 ഇങ്ങനെയല്ലായിരുന്നോ പോയത്? എക്സെട്ര അല്ലേ? ഇവിടെ നമ്മൾ പൊതുവ്യത്യാസം ഓൾറെഡി കണ്ടുപിടിച്ചു. 1/2 നിന്ന് 1/4 കുറച്ചപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? നേരത്തെ അതേ ചോദ്യം തന്നെയല്ലേ? ശ്രേണിക്ക് മാറ്റമൊന്നുമില്ല. പൊതുവ്യത്യാസം നമ്മൾ 1/4 എന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ചോദിച്ചത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകുമ്പോൾ 4 എന്ന് പറയുന്നത് ഇതിലെ ഒരു ടേം ആണോ എന്നാ ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പൊതുവ്യത്യാസം അല്ലേ, ഈ 4 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്റ്റ് ചെയ്യുന്നു. 4 മൈനസ്, ഇവിടെ ഫസ്റ്റ് ടേം ആരാണ് വരുന്നത്? 1/4. അപ്പം 4 മൈനസ് 1/4. മിസ് പറഞ്ഞല്ലോ 4ന് നമുക്ക് എങ്ങനെ എഴുതാം? 4/1 എന്ന് എഴുതാം. ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 4ന് എന്തുകൊണ്ട് ഗുണിക്കുന്നു? 4 × 4 മൈനസ് 1 × 1 ബൈ 1 × 4. അതാണ് ക്രോസിൻ്റെ റൂള് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് ഗുണിക്കുന്നു. എന്ത് ചെയ്യുന്നു? ആദ്യം 4 × 4 മൈനസ്, പിന്നെയോ 1 × 1. ശരിയല്ലേ? 1 × 1 ബൈ, പിന്നെ എന്ത് ചെയ്യുന്നു? 1 × 4 വിച്ച് ഈസ് ഈക്വൽ ടു 4 × 4 എത്രയാ? 16. 1 × 1 എത്രയാ? 1. 1 × 4 4 എന്ന് കിട്ടും അല്ലേ? 16ൽ നിന്ന് 1 കുറച്ചാൽ 15. 15/4 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടിയിരുന്നത്? പദമാണോ എന്ന് നോക്കാൻ ആദ്യം പൊതുവ്യത്യാസം കണ്ടുപിടിച്ച് വെക്കും. എന്നിട്ട് ആ പദമാണോ എന്ന് നോക്കാൻ പറഞ്ഞ നമ്പറിൽ നിന്ന് നമ്മൾ ഒന്നാമത്തെ ടേം അങ്ങ് കുറയ്ക്കും അല്ലേ? ഒന്നാമത്തെ ടേം ഇവിടെ 1/4 ആയിരുന്നു. അപ്പോൾ 4/1 മൈനസ് 1/4 ചെയ്യും. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും അല്ലേ? 4 × 4 മൈനസ്, അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടി 15/4. ഈ കിട്ടിയിട്ടുള്ള ഉത്തരത്തിനെ നമുക്ക് ശിഷ്ടമൊന്നുമില്ലാതെ ഫുള്ളായിട്ട് നമ്മളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാൻ പറ്റണം. അതല്ലായിരുന്നോ റൂള്? അപ്പോൾ 15/4 ബൈ പൊതുവ്യത്യാസം എത്രയായിരുന്നു? 1/4. അപ്പോൾ നേരത്തെ മിസ് എന്താ പറഞ്ഞത്? 2 ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻ്റെ ഡിവിഷൻ വന്നാൽ തല തിരിച്ചിട്ട് ഗുണിക്കും. 1/4നെ തല തിരിച്ചാൽ 4/1 എന്ന് വരും അല്ലേ? അങ്ങനെയല്ലായിരുന്നോ പറഞ്ഞത്? ഇനി നമുക്ക് മുകളിലും താഴും 4 4 വരുന്നുണ്ട് അല്ലേ? അത് തമ്മിൽ ക്യാൻസലായി പോയി. പിന്നെ നമുക്ക് എന്ത് വരും? 15 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ നോക്ക്, നമ്മൾ നേരത്തെ നമ്മളോട് ആദ്യം ചോദിച്ചത് 3 ഇതിലെ ഒരു ടേം ആയിരുന്നോ എന്നാണ് അല്ലേ?
അപ്പോൾ 3ഉം ഇതിലെ ടേമാണ്, 4ഉം ഇതിലെ ടേമാണ്. 4 ഇതിലെ ടേമാണ്. എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? നമുക്ക് ഇതേപോലെ നമ്മളെ പ്രൊസീജിയർ ചെയ്തു. ഫസ്റ്റ് ടേമിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ നമ്പറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് നല്ല നാച്ചുറൽ നമ്പർ കിട്ടണം. ഇവിടെ ഡിവൈഡ് ചെയ്തപ്പോൾ 15 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ലേ, ഒരു എണ്ണൽ സംഖ്യയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 4 ഈസ് എ ടേം അല്ലേ. 4 എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ തന്നിട്ടുള്ള അരിത്തമെറ്റിക് ഇൻ ദ ഗിവൺ അരിത്തമെറ്റിക് സീക്വൻസ്. 4 എന്ന് പറയുന്നത് നമുക്ക് നൽകിയിട്ടുള്ള സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ് എന്ന് എഴുതി വെക്കാം. അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ പദമാണ്? എങ്ങനെയാണ് നമ്മൾ എത്രാമത്തെ പദമാണെന്ന് പറഞ്ഞേ? നമുക്ക് 15 എന്നാണ് ഉത്തരം കിട്ടിയത്. 15നോട് 1 കൂട്ടിയാൽ മതി. ഇത് എത്രാമത്തെ പദമായിരിക്കും? 16th ടേം ആയിരിക്കും, 16ാമത്തെ പദമായിരിക്കും. അതാണ് അതിൻ്റെ ടിപ്പ് അല്ലേ. 15 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം 1ാമത്തെ ടേമിൽ നിന്ന് 15 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ 16ാമത്തെ ടേമിലാണ് എത്തുക. അപ്പോൾ നമ്മളെ ആൻസർ ഇങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ 1/4, 1/2, 3/4 ഇങ്ങനെ എഴുതിപ്പോയാൽ അവിടെ 3ഉം ഉണ്ട് 4ഉം ഉണ്ട്. 3 എന്ന് പറയുന്നത് നേരത്തെ കിട്ടിയത് എത്രാമത്തെ ടേം ആയിരുന്നു? 12ാമത്തെ ടേം ആയിരുന്നു അല്ലേ. ഇപ്പം കിട്ടിയതോ 16ാമത്തെ ടേമാണ്. അപ്പം 3ഉം ഈ ശ്രേണിയിലുള്ളതാണ്, 4ഉം ഈ ശ്രേണിയിലുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ചെക്ക് ചെയ്യാനുണ്ട്. എന്തായിരുന്നു ചോദ്യം? ഇതാണ് നമ്മൾ അടുത്ത ചോദ്യം. 3/4, 1 1/2, 2 1/4. ഈ ശ്രേണി കണ്ടോ? ഈ ശ്രേണിയിലെ ഒരു പദമാണോ 3? അതാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കാണണം? പൊതുവ്യത്യാസം കാണണം, ശരിയല്ലേ? അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു സാധാ ഫ്രാക്ഷനാണ്. ഈ 1.5 എന്ന് പറയുന്നത് സാധാ ഫ്രാക്ഷൻ ആണോ? അല്ല. അപ്പോൾ ഈ 1.5നെ നമ്മൾ സാധാ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. എങ്ങനെയാണ് 1.5നെ സാധാ ഫ്രാക്ഷനിലേക്ക് മാറ്റുക? അറിയാത്തവരുണ്ടോ? 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്യാറുണ്ട്. 1നെ ഇങ്ങോട്ട് ഗുണിക്കുന്നു, ഇങ്ങോട്ട് കൂട്ടുന്നു. അതറിയാത്തവരുണ്ടോ? 1 × 2 അല്ലേ. 1 × 2 എത്രയാണ്? 2. എന്നിട്ട് ഈ 1നോട് കൂടെ കൂട്ടുന്നു. നമ്മൾ പണ്ടേ ചെയ്യാറുള്ള കാര്യം അല്ലേ. അപ്പോൾ 1.5 എന്ന് പറയുന്ന 1 × 2 എത്രയാണ്? 2. 2 + 1 3. 1.5നെ നമുക്ക് 3/2 എന്ന് മാറ്റി എഴുതിക്കൂടെ? അതേപോലെ വേണമെങ്കിൽ 2 1/4 എങ്ങനെ എഴുതാൻ പറഞ്ഞേ? എങ്ങനെയാണ് മാറ്റുക? ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്. നോർമൽ ഫ്രാക്ഷനിലേക്ക് അല്ലേ, മിശ്ര ഭിന്നമാണ്. അതിനെ സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റുകയാണ്. ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കും 2 × 4, എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടും. 2 4 8, 8നെ ഇങ്ങോട്ട് കൂട്ടുമ്പോൾ 9 എന്ന് കിട്ടും. അപ്പോൾ 9/4 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം കാണണം. പൊതുവ്യത്യാസം കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം 1.5 ആണ്. 1.5ക്ക് പകരം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 3/2 എന്ന് എഴുതാം. പ്രശ്നമില്ലല്ലോ. 1.5 എന്ന് പറഞ്ഞാലും 3/2 എന്ന് പറഞ്ഞാലും സെയിമാ. അപ്പോൾ 3/2 മൈനസ് 3/4. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം രീതിയിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. പല രീതികളുണ്ട് കേട്ടോ. LCM എടുക്കുക എന്നൊക്കെ പറയും. പക്ഷെ വെറുതെ നമ്മൾ ഒരേ രീതിയിൽ അങ്ങ് പഠിച്ചു വെക്കുക. 3 × 4 പിന്നെ 3 × 2 2 × 4 അതല്ലായിരുന്നു നമ്മുടെ മെത്തേഡ്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. 3 × 4 മൈനസ് 3 × 2 അല്ലേ. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് വരും കേട്ടോ. എന്ത് വരും? 2 × 4 എന്ന് വരും. 3 × 4 എത്രയാ? 12. 3 × 2 6 അല്ലേ. 3 2 6. 2 4 8 എന്ന് വരും. 12ൽ നിന്ന് 6 കുറച്ചാൽ 6. 6/8. 6/8 എന്ന് കോമൺ ഡിഫറൻസ് എഴുതാം. വേണമെങ്കിൽ നമുക്കൊന്നുകൂടി മാറ്റി എഴുതാം. ഈ 6ഉം 2ൻ്റെ മൾട്ടിപ്പിളാണ്, ഗുണിതമാണ്. 8ഉം 2ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ. 6ൽ എത്ര 2 ഉണ്ട്? 3 2 6. 8ലോ 4 2 8. ശരിയല്ലേ. അപ്പോൾ നമുക്ക് 6/8നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 2 കൊണ്ട് വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 6/8ന് പകരം കുറച്ചുകൂടി ചെറിയ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നു. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമല്ലേ. 3/4 എന്ന് എഴുതുന്നു. ക്ലിയർ ആയല്ലോ. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ? ഈ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് 3 എന്ന് പറയുന്നത് ഇതിലെ ഒരു ടേം ആണോ, ഇതിലെ പദമാണോ എന്നല്ലേ. അപ്പം 3ൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുന്നു. അതല്ലേ നമ്മുടെ ഫസ്റ്റ് പരിപാടി. 3 മൈനസ് ഫസ്റ്റ് ടേം.
3 - ഇവിടെ ഫസ്റ്റ് ടൈം ആരാ 3/4 അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ 3/1 എന്നാക്കും നമ്മൾ. നമുക്ക് എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങനെ ക്രോസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 3നെ 3/1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 × 4 എന്ന് വരും അല്ലേ? മൈനസ് തിരിച്ച് ക്രോസ് ചെയ്യുന്നു 3 × 1 ഹരിക്കണം 1 × 4. ഇനിയും ഈ ഭിന്നസംഖ്യകളുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാതിരിക്കരുത് കേട്ടോ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ 1 × 4 നമ്മൾ ചെയ്യുന്നു. 3 × 4 എത്ര വരും? പുറത്തെഴുതുന്നുണ്ട് കേട്ടോ. 3 × 4 12, 3 × 1 3 ബൈ 1 × 4 4. 12-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാ? 9 എന്ന് വരും. ഓക്കെ, 9/4 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞ 3 എന്ന് പറഞ്ഞ സംഖ്യയായിരുന്നു. 3 എന്ന് പറഞ്ഞ സംഖ്യയിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടി. ഈ സംഖ്യയെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം? നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ? 3/4. അതായിരുന്നു നമ്മളെ നിയമം അല്ലേ? ഇനി നമുക്കറിയാം 2 മുകളിലും താഴെയും നമ്മൾ നോക്കുന്ന സമയത്ത് ഇതും ഒരു ഭിന്നസംഖ്യയാണ്, ഇതും ഒരു ഭിന്നസംഖ്യയാണ്. അപ്പോൾ ഇത് ഹരിക്കുന്നതിന് പകരം ഇതിന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹരണത്തിന് പകരം നമ്മൾ ഗുണനമാക്കും അല്ലേ? പക്ഷേ 3/4 തല തിരിച്ചിട്ട് എന്തെഴുതണം? 4/3 എന്ന് എഴുതണം. ഓർമ്മയില്ലേ നമ്മൾ ചെയ്തത്? അപ്പോൾ 9/4 × 4/3 എന്ന് വരും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുകളിലും താഴെ ഒരേ സംഖ്യ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് പറയാം അല്ലേ? ഈ 4 എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലാണ്, ഈ 4 താഴെയാണ്. ബാക്കി ആരുണ്ട്? ഒരു 9 ഉണ്ട്, താഴെ ഒരു 3 ഉണ്ട്. 9/3 എത്രയാ? 3 ശരിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? 3 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സംഖ്യയാണ്, അതായത് ഒരു നാച്ചുറൽ നമ്പറാണ്, എണ്ണൽ സംഖ്യയാണ്. അവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ലല്ലോ. നാച്ചുറൽ നമ്പർ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എണ്ണൽ സംഖ്യയാണ്. അപ്പം എന്ത്? 3 എന്ന് പറയുന്നത് ഈസ് എ ടേം. 3 ഒരു ടേം ആണല്ലേ ഇവിടുത്തെ? ഇൻ ദ ഗിവൺ സീക്വൻസ്. ഗിവൺ എന്ത് സീക്വൻസ് ആണ്? അരിത്തമെറ്റിക് സീക്വൻസ്. 3 എന്ന് പറയുന്നത് നൽകിയിട്ടുള്ള സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ്. അപ്പോൾ പദമാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4 ചോദ്യം ചെയ്തിട്ടുണ്ട്. അധികവും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്രാക്ഷൻ ഒന്നും തരില്ല കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത സെയിം ടൈപ്പ് ചോദ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ പദമാണോ എന്ന് എങ്ങനെയായിരുന്നു ചെക്ക് ചെയ്യൽ? ആദ്യം പൊതുവ്യത്യാസം കാണും, എന്നിട്ട് പദമാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞ നമ്പറിൽ നിന്ന് ഫസ്റ്റ് ടേം അങ്ങ് സബ്ട്രാക്ട് ചെയ്യും, കുറച്ച് കളയും. എന്നിട്ട് ആ കിട്ടിയ ഉത്തരത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കും അല്ലേ? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്ക് നല്ല നാച്ചുറൽ നമ്പർ കിട്ടണം. റിമൈൻഡർ ഒന്നും ഉണ്ടാവരുത് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമൊന്നും വന്നില്ലെങ്കിൽ ആ തന്നിട്ടുള്ള നമ്പർ എന്താണെന്ന് പറയാം? ആ ശ്രേണിയിലെ ഒരു പദമാണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇനി ഇതേ ശ്രേണിയിലെ പദമാണോ 4? അങ്ങനെ ഒരു ചോദ്യം കൂടി ഇല്ലേ? 4ഉം ഇതിലെ പദമാണോ എന്ന് നോക്കണം. അപ്പം എങ്ങനെയാണ് 4 പദമാണോ എന്ന് നോക്കുക? നമ്മൾ ഇതേപോലെ 4ൽ നിന്ന് എന്ത് കുറയ്ക്കാൻ പോവുകയാണ്? 4ൽ നിന്ന് പൊതുവ്യത്യാസം ഒന്നാമത്തെ പദം കുറയ്ക്കുന്നു അല്ലേ? നൽകിയിട്ടുള്ള പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കുന്നു. എന്നിട്ട് ആ കിട്ടിയ ഉത്തരത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുന്നു. കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ഒന്നുമില്ലാത്ത നല്ല ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അത് പദമാണ് എന്ന് പറയാം. അതിന് മുന്നേ നമ്മൾ ഇവിടെ നോക്കുക, ഈ 3 എന്ന് പറയുന്നത് പദമാണ് എന്ന് പറഞ്ഞല്ലേ? എത്രാമത്തെ പദമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എത്രാമത്തെ പദമാണെന്ന് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയിട്ടുള്ള നമ്പറിനെ 1 കൂട്ടി എഴുതിയാൽ മതി. അതായത് 3 + 1 എത്രാമത്തെ ടേം ആയിരിക്കും? 4ാമത്തെ ടേം ആയിരിക്കും. ആര് എന്ന് പറയുന്നത്? ഈ 3 എന്ന് പറയുന്ന സംഖ്യ. ഓക്കെ, 1 കൂട്ടി എഴുതുക, വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് 4 എന്ന് പറയുന്നത് ഇതിൽ എന്താണോ എന്ന് നോക്കണം. ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമ്മൾ സമാന്തര ശ്രേണി എഴുതിയിട്ടുണ്ടായിരുന്നു, നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 3/4, 1 1/2, 2 1/4 അല്ലേ? ഇതിലെ ടേം ആണോ 4 എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊന്ന് മാറ്റി എഴുതിയിട്ട് 3/4 ഈ മിക്സഡ് ഫ്രാക്ഷനെ മിശ്രഭിന്നത്തിനെ മാറ്റിയിട്ട് നമ്മൾ എന്താ എഴുതിയേ? 1 × 2 ചെയ്യും. അപ്പം 2 + 1 3 അല്ലേ? നമ്മൾ 1.5 മാറ്റിയിട്ട് 3/2 എന്ന് എഴുതി.
2/4 മാറ്റിയിട്ട് എന്തെഴുതി? 4 2 8, 8 3 9, 9/4 എഴുതി. ഇങ്ങനെ മാറ്റി എഴുതി. ഇനി പൊതുവ്യത്യാസം നമ്മൾ ഓൾറെഡി കണ്ടുവെച്ച. ഇനി കാണണോ? ഇതേ സമാന്തര ശ്രേണീൻ്റെ പൊതുവ്യത്യാസമാണ് നമ്മൾ കണ്ടത് അല്ലേ? നേരത്തെ നമുക്ക് കിട്ടിയ പൊതുവ്യത്യാസം എത്രയായിരുന്നു? 3/4 എന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുക കേട്ടോ, നമ്മൾ നേരത്തെ ചെയ്തു. ഇനി നമുക്കറിയാം, നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞ സംഖ്യ ഇതിലെ ആണോന്നാണ്. അപ്പം 4-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യാൻ പോവുക. 4 മൈനസ് ഫസ്റ്റ് ടേം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 4 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3/4 അല്ലേ? അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 4-ന് പകരം 4/1 എന്ന് എഴുതും. 4/1 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ് കേട്ടോ. ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു. 4 × 4 എങ്ങനെ ചെയ്യുക? 4 × 4 ചെയ്യും, മൈനസ് ഇടും, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് ഗുണിക്കും. 3 × 1 ചെയ്യും, ബൈ എന്ത് ചെയ്യും? 1 × 4. 4 4 16 മൈനസ് 3 × 1 3 എന്ന് വരും. 1 4 4. 16-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാ? 13 എന്ന് വരും അല്ലേ? അപ്പോൾ 13/4 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടിയിട്ടുള്ള ഉത്തരത്തിന് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 13/4 ഹരിക്കണം. പൊതുവ്യത്യാസം എത്രയാ? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? 3/4 അല്ലേ? അപ്പോൾ നമ്മൾ 2 ഭിന്നസംഖ്യകൾ ഹരിക്കാൻ വന്നാൽ എന്ത് ചെയ്യും? തല തിരിച്ചിട്ട് ഗുണിക്കും. അപ്പം 13/4-നെ തല അല്ലേ? 13/4 ഇതിനെ തല തിരിക്കരുത് കേട്ടോ. ആദ്യം എഴുതിയത് അതേപോലെ എഴുതുക. ഡിനോമിനേറ്റർ ഉള്ളത് മാത്രമേ നമ്മൾ തല തിരിച്ചെഴുതുള്ളൂ. അത് മറന്നു പോകരുത്. 3/4-നെ തല തിരിച്ചാൽ 4/3 എന്ന് എഴുതും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 4 4 കട്ട് ചെയ്ത് കളയാം. പിന്നെ ഉള്ളത് എന്താണ്? 13/3 ആണ്. 13-നെ 3 കൊണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഹരിക്കാൻ കഴിയുമോ? ഒന്ന് ഹരിച്ചു നോക്ക്. 4 3 12 അല്ലേ? ശിഷ്ടം ആരും ഒന്നു റിമൈൻഡർ 1 വന്നില്ലേ? അപ്പോൾ 1 വരാൻ പറ്റുമോ? കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ 0 വരും. റിമൈൻഡർ കംപ്ലീറ്റ് ആയിട്ട് പോലെ. അപ്പോൾ ഇങ്ങനെ 13-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടുമോ? ഇല്ല അല്ലേ? എണ്ണൽ സംഖ്യയല്ല. നോട്ട് എ എന്തെന്ന് എഴുതാം? നാച്ചുറൽ നമ്പർ എന്ന് എഴുതാം. നോട്ട് എ നാച്ചുറൽ നമ്പർ. ദെയർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു നല്ല ഉത്തരം കിട്ടാത്തത് കൊണ്ട്, നാച്ചുറൽ നമ്പർ അല്ലാത്തത് കൊണ്ട്, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യത്തിൽ നമുക്ക് നല്ല ഉത്തരം കിട്ടിയില്ലേ? എന്ത് പറയാം? 4 എന്ന് പറയുന്നത് ഇതിലെ ഒരു ടേം അല്ല എന്ന് പറയാം. ക്ലിയർ അല്ലേ? 4 ഇതിലെ പദമല്ല. അല്ലെങ്കിൽ 4 ഈസ് നോട്ട് എ ടേം ഇൻ ദ ഗിവൺ അരിത്തമെറ്റിക് സീക്വൻസ്. പറഞ്ഞത് ക്ലിയർ ആയല്ലോ? അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണിത്. പദമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് പദമാണോ അല്ലയോ ചെക്ക് ചെയ്യുക? നമ്മൾ ആദ്യം പൊതുവ്യത്യാസം കണ്ടുപിടിക്കും. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ നൽകിയ പദത്തിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യും. ആ കിട്ടിയ ഉത്തരത്തിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിമൈൻഡർ ഒന്നും ഇല്ലാതെ നല്ല നാച്ചുറൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പദമാണ്. അല്ല നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പദമല്ല എന്നും പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.